بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز أعوذ بالله السميع العليم من الشيطان الرجيم قل تعالوا واتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളും പൊരുത്തവും തൃപ്തിയും അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരും ആയിത്തീരുവാൻ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും അത് അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുന്ന തരത്തിൽ ജീവിക്കാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യരും അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാകുന്ന സംസാരശേഷിയുള്ളവരാണ്. ആ സംസാരശേഷി പലപ്പോഴും പലരെയും നാശത്തിലേക്കും നരകത്തിലേക്കും എത്തിക്കുന്നുണ്ട്. സംസാരശേഷി അല്ലാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ പറയാനും അല്ലാഹുവിൻ്റെ ദീൻ സംസാരിക്കുവാനും ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി മാറും. അല്ലാഹുവിൻ്റെ ദീനിലില്ലാത്ത, അല്ലാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറയുകയും വിലയിരുത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സദസ്സുകളിൽ നിന്ന് വിശ്വാസികളോട് മാറി നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്ലാം ദീനിനെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, ഇസ്ലാം ദീനിനെ പുച്ഛത്തോടെ വിലയിരുത്തുന്ന, ഇസ്ലാം ദീനിനെ അവഹേളിക്കുന്ന, ഇസ്ലാം ദീനിനെ തമാശയായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പലപ്പോഴും സംസാരിക്കാറുള്ളത് അവർക്ക് തോന്നുന്ന സത്യങ്ങളാണ്. അവർ അതിൻ്റെ ഗൗരവാവസ്ഥയെക്കുറിച്ച് അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന വ്യക്തിക്ക് വിശുദ്ധ ഖുർആൻ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അറിയണം, അതിൻ്റെ ഉസൂൽ അറിയണം, അതിൻ്റെ അഹ്കാമുകൾ അറിയണം. ഇതൊന്നും അറിയാതെ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ
വളരെ ഭയപ്പെടുകയും വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അതില്ലാതെ സംസാരിക്കുമ്പോൾ ഇസ്ലാം നഷ്ടപ്പെടുകയും തൽഫലമായി നാം സ്വയം വഴിപിഴച്ച് നാം ശബ്ദിച്ച് സംസാരിച്ച് കേൾപ്പിച്ച ആളുകൾ വഴിപിഴക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പാപഭാരവും കൂടി നാം വഹിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സംസാരിച്ച കാര്യങ്ങൾ ലഘൂകരിച്ച് സംസാരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് നബിയോട് പറയുന്നു, ഖുൽ നബിയെ താങ്കൾ പറയുക, തആലൗ നിങ്ങൾ വരിക, അത്ലു മാ ഹറമ അലൈക്കും റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ഹറാമാക്കിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കാം. അത്ലു തല എന്ന വാക്കും ഖറഅ എന്ന വാക്കും, ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്, തല എന്ന വാക്കിന്റെ അർത്ഥവും വായിച്ചു എന്ന് തന്നെയാണ്. രണ്ട് വായനയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് പഠനത്തോടൊപ്പമുള്ള വായനയാണ്, അതാണ് തല. നിങ്ങൾക്ക് ഞാൻ പഠനത്തോടുകൂടി വായിച്ച് കേൾപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു ഹറാമാക്കുന്നതെന്ന്. ഹറാമാക്കിയ കാര്യത്തിൽപ്പെട്ട ഒന്നാണ് അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ, ഒരു വസ്തുവിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, അത് ഹറാമാണ്. ഇനി അതിനെ ആരെങ്കിലും ലഘൂകരിച്ച് അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ന്യായാന്യായങ്ങൾ കണ്ടെത്തുന്ന ആളുകൾ പലപ്പോഴും ഈ ഹറാമിനെ സംസാരിച്ച് മക്ബറകളിൽ പോകാമോ, അതിനൊന്നും വിരോധമല്ല, ജാറങ്ങളിൽ നേർച്ചയാക്കാമോ, പറ്റും എന്ന് മതവിധി പറയുകയാണ്, ഇസ്ലാമിന്റെ വിധി സംസാരിക്കുക. അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ, ഷെയ്ഖ് എന്ന വാക്ക് അറബി ഭാഷയിൽ അതിനെ സംബന്ധിച്ച് അറിവുള്ള ആളുകൾക്കറിയാം, ഏറ്റവും നിസ്സാരമായ മൈന്യൂട്ടായ ഒരു കാര്യത്തിൽ പോലും ശിർക്ക് വരാൻ പാടില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ചെയ്യൽ ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ വേറൊരു വ്യക്തി പറയുന്നു, ഇന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട്, ഇന്ന മുഫസ്സിർ പറഞ്ഞിട്ടുണ്ട്. നാം അതല്ല പരിശോധിക്കേണ്ടത്. ആദ്യമായി നാം പരിശോധിക്കേണ്ടത്, അറിയേണ്ടത് അള്ളാഹു എന്ത് പറഞ്ഞു. അള്ളാഹ് അത് ഹറാമാക്കി എന്ന് പറഞ്ഞാൽ ഹറാമിന്റെ വിധി നിങ്ങൾക്കറിയാം. ഹറാമായ കാര്യം ചെയ്യൽ നരകം നിർബന്ധമാകലാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ഒന്നിനെയും പാടില്ല. ഷൈഅൻ എന്ന് പറഞ്ഞാൽ മൈന്യൂട്ടായ ഏറ്റവും നിസ്സാരമായി നിങ്ങൾ കാണുന്ന ഒരു കാര്യത്തെ പോലും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, ഹറാമാണ്. ഇനി ഇത് ജാറമാകാം, അനീസയാവാം, മുടിയാവാം, മെഴുകുതിരിയാവാം, ചന്ദനത്തിരിയാവാം, പുഷ്പങ്ങളാവാം, സൂര്യനാവാം, ചന്ദ്രനാവാം, മലകളാകാം, അല്ലെങ്കിൽ ജിന്നുകളാകാം, മലായിക്കത്തുകളാകാം. ഒരാളിലും പങ്കു ചേർക്കാൻ പാടില്ല, ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ഒരാളോടും സഹായം. അല്ലാഹു ഹറാമാക്കിയ കാര്യമാണ്, അത് ശിർക്ക്. ഇനി അത് ഹലാലാണെന്ന് പറയുന്ന ഒരു സദസ്സിൽ ഇരിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. അള്ളാഹ് ഹറാമാക്കിയ ഒരു കാര്യം, ഇപ്പൊ ചിലർ മദ്യപാനം ഹറാമാണ്, ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ ആ മദ്യപാനത്തിന്റെ സദസ്സിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല, അത് ഹറാമാണ്. അപ്പൊ അള്ളാഹ് ഹറാമാക്കിയ ഒരു കാര്യം ഒരിക്കലും ലഘൂകരിച്ച് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവരുത്. അപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അത് ശിർക്ക് ചെയ്തു, ആ പ്രവർത്തനത്തിലൂടെ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരാൾ ഏലസ് കെട്ടുകയാണ്, രോഗശമനത്തിന് വേണ്ടി ഏലസ് കെട്ടുന്നു, ശിർക്കാണ്. ഇനി അത് ശിർക്കല്ല എന്നൊരു വാദം ഒരാൾ വാദിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിന്റെ പരിധിക്ക് പുറത്താണ്. അള്ളാഹ് ഹറാമാക്കിയ കാര്യമാണ് അവൻ അത് അല്ല എന്ന് സംസാരിക്കുന്നത്. ഒരു മതവിധി പറയുമ്പോൾ അതിനൊന്നും വിരോധമല്ല, അതൊന്നും കുഴപ്പമില്ല. നമ്മളിപ്പം അള്ളാഹിനോട് തന്നെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. എങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ക്ഷുദ്രശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു കവചം, ഒരു ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബാക്കളിൽ പ്രമുഖരായ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്റെ സുഹൃത്തിനെ കാണാൻ വന്നപ്പോൾ ആ സുഹൃത്തിന്റെ കയ്യിൽ ഒരു ഏലസ് ഉണ്ടായിരുന്നു. രോഗിയായി കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ഏലസ് ഉണ്ടായിരുന്നു. ഹുദൈഫ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, ലൗമിത്ത അലൈക, ഈ ഏലസും വെച്ചുകൊണ്ടാണ് ഈ രോഗത്തിൽ നീ മരിക്കുന്നതെങ്കിൽ, വഹുവ അലൈക, അത് നിന്റെ ശരീരത്തിൽ വെച്ചുകൊണ്ടാണെങ്കിൽ, മാ സല്ലൈതു അലൈക, ഞാൻ നിനക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കൂല കേട്ടോ. സഹാബത്ത് വിഷയത്തെ ഗൗരവപൂർവ്വം കാണുകയാണ്. സഹാബത്ത് വിഷയത്തെ കാണുന്നത് ഗൗരവപൂർവ്വമാണ്, നമ്മൾ കാണുന്നത് വളരെ നിസ്സാരമായിട്ടാണ്.
ഇപ്പൊ നമ്മൾ ഒരാൾ രോഗിയായി കിടക്കുന്നു, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഹോസ്പിറ്റലുകളിൽ നാം കഴിച്ചു കൂട്ടുമ്പോൾ ഒരാൾ പറയുകയാണ്, ഈ ഏലസ് കെട്ടിയാൽ നിങ്ങളുടെ പിതാവിന്റെ രോഗം മാറും, ഭാര്യയുടെ രോഗം മാറും, കുഞ്ഞിന്റെ രോഗം മാറും, കൂട്ടുകാരന്റെ രോഗം മാറും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അള്ളാഹ് ഹറാമാക്കിയതാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് അള്ളാഹ് ഹറാമാക്കി മുഹമ്മദ് നബിയെ താങ്കൾ അവരോട് വിളിച്ച് പറയണം, തആലൗ എന്ന് പറഞ്ഞിട്ട് പറയണം, അല്ലാ തുശ്രികൂ ബിഹി ശൈആ, പടച്ച തമ്പുരാനിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, അത് ഹറാമാണ്. ഇനി വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, അത് പുണ്യം ചെയ്യാതിരിക്കൽ ഹറാമാണ്. മാതാപിതാക്കൾ ഏത് ക്രൂരരാവട്ടെ, അവരുടെ വിവരക്കുറവ് കൊണ്ട് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാവട്ടെ, അവർ ഒരുപക്ഷെ മുശ്രിക്കുകളാവട്ടെ, നിങ്ങൾക്ക് അവരോട് അനീതി ചെയ്യാൽ ഹറാമാണ്. അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കൽ ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖുൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ മാനസികമായി പീഡിപ്പിക്കൽ പോലും ഹറാമാണ്. ഉമ്മനെയും ബാപ്പാനെയും ഏതെങ്കിലും നിലക്ക് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ജീവിത ശൈലികൾ കൊണ്ടോ പലരും പല രൂപത്തിലാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കാറുള്ളത്, അല്ലേ? ആൺമക്കൾ പലപ്പോഴും ചാടിക്കൊടഞ്ഞ് സംസാരിച്ചുകൊണ്ട് വേദനിപ്പിക്കും. പെൺകുട്ടികൾ വളരെ ശാന്ത സ്വഭാവക്കാരായി നിന്നുകൊണ്ട് വേദനിപ്പിക്കും. ആ മാതാപിതാക്കളുടെ ആരോഗ്യവും അവരുടെ ചിന്തയുമൊക്കെ ഈ മക്കൾക്ക് വേണ്ടി ചിന്തിച്ച് ഒരുപാട് വേദനിച്ച് ഒരുപാട് രോഗങ്ങൾ ഏറ്റുവാങ്ങി അവസാനം സങ്കടത്തോടുകൂടി തന്റെ മക്കൾ തനിക്ക് അനുകൂലമായില്ലല്ലോ എന്ന വേദനയോടുകൂടി മരിച്ചു പിരിയേണ്ടി വരുന്ന ഒരവസ്ഥ ചെയ്താൽ ആ മനുഷ്യൻ ചെയ്തത് മദ്യപിക്കുന്നത് പോലെ തന്നെ, വ്യഭിചരിക്കുന്നത് പോലെ തന്നെ, മോഷ്ടിച്ചതുപോലെ തന്നെ ഹറാമായ പ്രവർത്തനവുമായിട്ടാണ് മരിച്ചതെന്ന് ഓർക്കുക. നമ്മളൊന്നും നമ്മളുടെ മാതാപിതാക്കളോട് മോശമായി സംസാരിക്കുമ്പോൾ ഈ ചെയ്യുന്ന പ്രവർത്തനം മദ്യപാനം പോലെ ഹറാമായ ഒരു പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നതെന്ന് ചിന്തിക്കാറില്ല. ഉണ്ടോ? മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിക്കൽ ഹറാമാണെന്ന് പഠിച്ച എത്ര ആളുകൾ ഉണ്ടാവും മുസ്ലിങ്ങളുടെ കൂടെ? അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ്. നീ നല്ല നിലക്ക് നമസ്കരിച്ചത് കൊണ്ടോ, നീ ഉംറക്ക് പോയത് കൊണ്ടോ, നീ ഹജ്ജിന് പോയത് കൊണ്ടോ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ടാണ് നിന്റെ ഹജ്ജും ഉംറയും ചെയ്തതെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമായ കാര്യം ചെയ്തവനാണ് നീ. ഓർക്കുക അള്ളാഹ് ഹറാമാക്കിയ വിഷയങ്ങൾ. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലരുത്. ഈ കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാവുന്ന ഒരൊറ്റ മുസ്ലിമെങ്കിലും ഈ ഹറാമായ പ്രവർത്തനം ചെയ്യാത്തവരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. വിവാഹിതരായ ആളുകൾ മുഴുവനും ഈ കുറ്റത്തിൽ നിന്ന് സമമായി പ്രവർത്തിച്ചു പോകുന്നവരാണ്. ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ DNC ചെയ്ത് അതിനെ കൊല്ലുകയാണ്. എന്തിനാണ് കൊല്ലുന്നത്? ഞങ്ങൾക്ക് ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെടാൻ പോവുകയാണ്. ഈ മക്കൾ പിറക്കുന്നതോടുകൂടി എന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെടും. എന്റെ യാത്രയിൽ അവരെ കൊണ്ടുപോകേണ്ടി വരും. ഞാൻ ഇത്രയും കുട്ടികളുള്ള പിതാവാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടും. എന്റെ പ്രായത്തെക്കുറിച്ച് ആളുകൾ ഗണിക്കും. അതുകൊണ്ട് കുട്ടികളെ കൂടെ കൊണ്ട് നടക്കണ്ട. പെറ്റവർ പോലും ആ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അല്ലേ? നൊന്തുപെറ്റ മാതാക്കൾ പോലും മക്കളെ കൂടെ കൊണ്ട് നടക്കാറില്ല. കാരണം തന്റെ പ്രായം ആളുകൾ അളക്കും. ഈ 3 കുട്ടികളുടെയും ഉമ്മ നീയാണോ? ഈ 5 കുട്ടികളുടെയും ഉമ്മ നീയാണോ? ഈ 6 കുട്ടികൾ നിന്റേതാണോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ എന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടിട്ടില്ല, ഞാനിപ്പോഴും യുവതിയാണ്, ഞാൻ 3 കുട്ടികളെ എന്നെ കണ്ടാൽ തോന്നില്ല എന്നൊക്കെ പറയുന്ന ശബ്ദം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലരും ദാരിദ്ര്യം ഭയന്നുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അത് ഹറാമാണ്. DNC ചെയ്ത് അപ്പൊ ഫത്വ വരും. ഇന്നെപ്പോലുള്ള മൗലവിമാരെടുത്ത് നിങ്ങൾ വരും, നിങ്ങൾ വന്ന് ചോദിക്കും എന്താ വഫിസാലുഹു ഫി ആമൈൻ. ബനാകെ പഠിച്ചത് ഈ പരിഭാഷ നോക്കിയതാ. ഈ പരിഭാഷ നോക്കി പഠിച്ച് ഫത്വ പറയാൻ നടന്ന എങ്ങനെ ഉണ്ടാവും? ഖുർആന്റെ തഫ്സീറെ, അമാനി മൗലവിന്റെ തഫ്സീർ പോലുള്ള പരിഭാഷകൾ നോക്കി വായിച്ച് അതിൽ നിന്നൊരു ഫത്വയും പറഞ്ഞുകൊണ്ട് നടന്നാൽ എങ്ങനെ ഉണ്ടാവും? ഫത്വ പറയണമെങ്കിൽ ഖുർആൻ അറിയണം, ഹദീസ് അറിയണം, അറബി ഭാഷ അറിയണം, ഉസൂൽ അറിയണം, അഹ്കാമുകൾ അറിയണം. ഇതൊന്നും അറിയാതെ ഒരു പരിഭാഷ നോക്കി ഞാൻ ആ ആയത്ത് കണ്ടിട്ടുണ്ട്, ഇന്ന നമ്പർ 3764, അത് മാത്രം. ചിലർക്ക് ആയത്തും അറിയില്ല, നമ്പർ മാത്രമേ അറിയുള്ളൂ. വേഴ്സ് നമ്പർ എന്താണ് പറഞ്ഞാക്ക, അതും ഫത്വേ.
അറിയുന്നില്ല. ഓനെന്താ ചെയ്യുന്നവൻ അറിയുന്നില്ല. നമുക്ക് നോക്കാം. അപ്പൊ ഹറാമായ കാര്യം, ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലരുത്. എന്ന് പറഞ്ഞാൽ അറിയോ, 2 വർഷം നിങ്ങളുടെ കുട്ടികൾക്ക് മുലയൂട്ടണം. അപ്പൊ 2 വർഷം കുട്ടിക്ക് മുലയൂട്ടുന്നതിന് മുമ്പ് അടുത്ത കുട്ടി ഉണ്ടാവുകയാണെങ്കിലോ, അപ്പൊ 2 വർഷം ഊട്ടിയോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൊല്ലാം. അതല്ല, അത് നിങ്ങൾക്ക് അതിനുള്ള വേറെ സംവിധാനങ്ങൾ ആലോചിക്കാം എന്നതിന് മാത്രമേ ഫത്വയാവുള്ളൂ കേട്ടോ. കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാകാം, കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ കൊല്ലാനുള്ള സംവിധാനം അതല്ല, അത് ഹറാമാണ്. ഈ കുറ്റത്തിൽ നിന്ന് മാറി നിൽക്കുന്ന എത്ര ആൾ ഈ പള്ളിയിൽ ഉണ്ടാവും? ഞാനടക്കമുള്ള ഓരോരുത്തരും വിലയിരുത്തുക. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്തവരാണ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാവും. ചിലരൊക്കെ പറഞ്ഞതാ, നമുക്ക് ബുദ്ധിമുട്ടാവൂലേ? ഇത്രയും തോന്നെ കുട്ടികളുണ്ടായ എങ്ങനെ പോറ്റും? ഇപ്പോഴത്തെ കാലം കൊട വാങ്ങണ്ടേ? സ്കൂളിൽ എത്ര പൈസയാണ്, ഫീസ് എത്രയാണ്? ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കും? ആരുണ്ടാക്കും? അതുകൊണ്ട് കൊന്നാളി. അപ്പൊ അല്ലാഹ് ഹറാമാണെന്ന് പഠിപ്പിച്ച അല്ലാഹ് ഉടനെ നമ്മളോട് പറയാണ്, നഹ്നു നർസുഖുക്കും വയ്യാഹും, നാമാണ് അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത്, നിങ്ങളല്ല. നിങ്ങൾ പീടിക തുറക്കുന്നേ ഉള്ളൂ, കച്ചവടം ഉണ്ടായി തരേണ്ട അള്ളയാണ്. നിങ്ങൾ പീടിക തുറന്നാൽ രാവിലത്തേക്ക് അത് കത്തിച്ച് തീർക്കേണ്ടതും അള്ള തന്നെയാണ്. ചിലപ്പോൾ കണ്ടില്ല, ഷോർട്ട് സർക്യൂട്ട് ഒന്നായിട്ട് കത്തി നിലവിളി തുടങ്ങി. ഭയങ്കര പീടിയൊക്കെ തുറന്ന് ഉഷാറാക്കിയിട്ട് അപ്പൊ പറയാ AC ഷോർട്ടായി പോയതാണ്. AC ഷോർട്ടായതല്ല, അള്ളാന്റെ വിധിയാണ്. എനിക്ക് അള്ളാനെ പറ്റി ഒന്നും അറിയില്ല. നിങ്ങൾ കണ്ടില്ലേ, ഒരു AC ഷോർട്ടാക്കണ്ട. ജപ്പാനിലെ ജനത ഏറ്റവും വലിയ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ലോകത്ത് സുപ്പീരിയറായി വിലസുന്ന ആ രാഷ്ട്രം, ഒരു ജപ്പാന്റെ മുതലെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയാം എത്രമാത്രം. പിന്നെ ആലോചിക്കാറില്ല അത് മെയ്ഡ് ഇൻ ജപ്പാൻ എന്നാ വാങ്ങിക്കോന്ന് പറയും. കാരണം 2 കണ്ണും പൂട്ടി വാങ്ങാനാ പറയാ. ഓല അള്ളാഹു മുൾമുനേല നിർത്തിയത് അല്ലേ? എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യയും തൊലഞ്ഞില്ലേ? അപ്പൊ എന്താ നിങ്ങൾ അറിയേണ്ടത്? ഒരറിവിന്റെയും മുകളിലാണ് റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിയമമുള്ളത്. അതുകൊണ്ട് നിങ്ങളല്ല ഭക്ഷണം ഉണ്ടാക്കിയത്, പീടി അങ്ങ് തന്നത് അല്ലേ, അവിടെ കച്ചവടം തരുന്നത് അല്ലേ, അതിമന്ന് ലാഭം ഉണ്ടാക്കി തന്നത് അല്ലേന്ന്, അത് പൊളിച്ചിട്ടായത് അല്ല തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യാറുണ്ട്, നിങ്ങൾ പൈസ നമുക്ക് പോകുന്ന പൈസ ഇട്ട ഈ കുട്ടികളൊക്കെ ഉണ്ടായ സ്കൂളിൽ ഫീസ് അടക്കണ്ടേ? ഇപ്പൊ എന്താണ് കച്ചവടം? സ്കൂളൊക്കെ വ്യവസായല്ലേ? ഓരോ സ്കൂളിലും എന്താ ഫീസ്? അപ്പൊ ഓരോ 10 കുട്ടികളുണ്ടെങ്കിൽ ഓരോ സ്ഥിതി എന്താ? അപ്പൊ കൊല്ലു തന്നെ. അപ്പൊ ഈ ഹറാമ് നിത്യം ചെയ്തുകൊണ്ടാണ് രാവിലെ പള്ളിയിലേക്ക് വരുത്ത് ഉണ്ടോ? ആരൊഴിഞ്ഞു നിൽക്കുമ്പോ ഈ കുറ്റത്തിൽ നിന്ന്, ഈ ഹറാമിൽ നിന്ന്? അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, നഹ്നു നർസുഖുഹും വഇയ്യാഹും, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്ന നാമാണ്. ഇനി ഹറാം അടുത്തത്, വലാ തഖ്റബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ, പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള ഫാഹിഷത്തുള്ള നികൃഷ്ടതയുള്ള ഒരു പ്രവർത്തനത്തിലും ഇടപെടാൻ പാടില്ല, ഹറാമാണ്. പ്രത്യക്ഷമാവട്ടെ പരോക്ഷമാവട്ടെ. ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ തമ്മാടുത്തായിരിക്കും, ചിലത് പ്രത്യക്ഷത്തിൽ തമ്മാടുത്തായിരിക്കില്ല, പക്ഷെ എന്റെ ഉൾവശം തമ്മാടുത്തുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ, കയ്യിലുള്ള മൊബൈൽ പ്രത്യക്ഷത്തിൽ ഫാഹിഷത്തല്ല, ആണോ? ഇപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് ഫാഹിഷത്തിനല്ലല്ലോ, ആണോ? പക്ഷെ അതിന്റെ ബട്ടനിലേക്ക് പോയാൽ, ഉൾവശത്തിലേക്ക് പോയാൽ അതിനകത്ത് ഒരുപാട് സന്ദർഭങ്ങളുണ്ട് എങ്ങനെ ആവാൻ, തിന്മയിലേക്ക് പോകാൻ. ഹറാമാണ്. ഇവിടെ ആരെയും മൊബൈൽ ഉപയോഗിക്കുന്നത് നമ്മളെപ്പോലെ എടുക്കാനും വെക്കാനും അല്ല, അതുകൊണ്ട് കളിച്ച് തൊലയ. എന്നിട്ട് ഖുർആൻ ഓതാൻ നേരില്ല. എന്താ കാരണം? മൂപ്പർക്ക് ഈ ഫവായിഷ് നോക്കാൻ തന്നെ നേരില്ല, ഈ തമ്മാടിത്തം തന്നെ നോക്കാൻ നേരം കിട്ടുന്നില്ല. എന്നിട്ട് അഞ്ഞ് ഖുർആൻ ഓതുന്നുണ്ട്. നേരം രാത്രി കണ്ണിൽ ഉറക്ക് വരുന്നത് വരെ ഈ ഫാഹിഷത്തും നോക്കിയിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഒരുപാട് അശ്ലീലങ്ങൾ പോസ്റ്റ് ചെയ്യാം മറ്റുള്ള മൊബൈലുകളിൽ നിന്ന്, അല്ലേ? ആണല്ലേ? അപ്പം പ്രത്യക്ഷവും പരോക്ഷവുമായി നിങ്ങളെ വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന, നിങ്ങളുടെ സ്വഭാവത്തെ ദുഷിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിത ശൈലിയെ ദുഷിപ്പിക്കുന്ന, നിങ്ങൾ കുടുംബസമേതം ദുഃഖിക്കേണ്ടി വരുന്ന അത്തരം ഫവാഹിഷുകളിൽ ഹറാമുകളാണ്. ഈ ഒരൊറ്റ ആയത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ എത്ര മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ മതി. ഇനിയിപ്പോ എത്ര മുസ്ലിങ്ങളുണ്ട് നോക്കാൻ നിങ്ങൾ കാനേഷുമാരി കണക്കെടുത്തിട്ട് നോക്കണ്ട. സുന്നികളെ കൂട്ടത്തിൽ എത്ര ആള്, മുജാഹിദീങ്ങളെ കൂട്ടത്തിൽ എത്ര ആള്, ജമാഅത്തിന്റെ കൂട്ടത്തിൽ എത്ര ആളുണ്ട്, ഈ ആയത്ത് നോക്കിയിട്ട് ഇതിൽ എത്ര ആളുണ്ട് നോക്കിയാൽ മതി. അപ്പൊ എല്ലാരും പറയും ഞാൻ മുസ്ലിം ആയില്ല, കുറെ ഹറാമായിട്ട് നടക്കുകയാണ്.
കേട്ടോ. അപ്പൊ പോട്ടെ, ഖുർആൻ പറയുന്നു വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു പവിത്രമായി വെച്ച മനുഷ്യരെ നിങ്ങൾ കൊല്ലൽ ഹറാമാണ്. അപ്പൊ ആളുകളെ കൊല്ലൽ ഹറാമാണ് കേട്ടോ. ഇതുപോലെ അനാഥ മക്കളുടെ മുതൽ സമീപിക്കൽ ഹറാമാണ്. അങ്ങനെ ഒരുപാട് ഹറാമുകളുണ്ട്. അത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. ഈ ഹറാമുകളിൽ നിന്നൊക്കെ ധിക്കരിച്ചുകൊണ്ട് വമൻ യഅസില്ലാഹ വറസൂലുഹു, അല്ലാഹും റസൂലും ഹറാമും ഹലാലും വേർതിരിച്ച് മനസ്സിലാക്കി തന്നു. അതിനെ ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ വയതഅദ്ദ ഹുദൂദഹു, പടച്ച തമ്പുരാന്റെ നിയമാതിർത്തികൾ അതിലംഘിച്ചുകൊണ്ട് ജീവിച്ചാൽ യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫിഹാ, ശാശ്വതമായ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. അങ്ങനെ നമ്മളിപ്പം പറയുന്നത് ഞാനിപ്പോ ഒരു ഹറാമോ ഹലാലും ചെയ്യില്ല. ഈ മൊബൈലിലും കളിക്കുന്നതൊന്നും ഇപ്പൊ വലിയ മൂപ്പർക്ക് വലിയ ഹലാലും ഹറാമോ അല്ല. അത് മാത്രമല്ല, അതൊന്നും ഇപ്പൊ ഇന്നെപ്പോഴുള്ള ആൾക്കാരോട് വെച്ചാൽ അതൊക്കെ ഇപ്പം ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ പിന്നെ അങ്ങനെ നടക്കട്ടെ അങ്ങനല്ലേ പറയാ അല്ലേ? ആർക്ക് വേണമെങ്കിലും ഏത് തരം ഫത്വ വേണമെങ്കിലും പറയും. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു വലഹു അദാബും മുഹീൻ, അത്തരം ആളുകൾക്ക്, അള്ളാഹുവിന്റെ നിയമങ്ങൾ അതിലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ ഏറ്റവും കൂടുതൽ ശക്തമായ നിലക്ക് പടച്ച തമ്പുരാൻ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഫത്വ പറയുമ്പോൾ, ഒരു വിധി പറയുമ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണെന്ത്, ഞാനിപ്പോ എന്റെ ഭാര്യ പ്രസവിച്ചു, കുട്ടിക്ക് ഇപ്പൊ 9 മാസമായി, 2 വർഷം വരെ മുലവിട്ടാൻ കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് ഇപ്പൊ കുഞ്ഞായിട്ടുണ്ട്, അപ്പോ എന്താ ഇപ്പൊ ചെയ്യേണ്ടത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? അതിന്റെ ഹുക്കുമ് സൂറത്തുൽ ലുഖ്മാനിലുണ്ട്, ഫിസാലുഹു ആമൈൻ എന്നല്ല. അത് ഗർഭധാരണമില്ലാത്ത നിലക്ക് ബന്ധപ്പെടാൻ ശ്രമിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം കേട്ടോ. താൽക്കാലികമായ സംരക്ഷണം വലയം തീർക്കേണ്ടതാണ്. അതിന് ഇസ്ലാം എതിരല്ല കേട്ടോ. അതല്ലാത്ത വിഷയത്തിലൂടെ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കണം ഹറാമാണ് എന്ന് തീർത്ത് പറയണം. ഒരു ഫത്വ പറയുമ്പോൾ അതിനെക്കുറിച്ച് വിവരം വേണം. ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മഹാനായ ജാബിർ ബിൻ അബ്ദുള്ള പറയാണ്, ഖറജ്നാ ഫീ സഫറിൻ, റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലം ഞങ്ങളൊരു യാത്ര പുറപ്പെട്ടു. ഫഅസാബ റജുലുൻ മിന്നാ ഹജർ, ഞങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ഒരു കല്ല് തട്ടി പരിക്ക് പറ്റി. ഫശജ്ജഹു ഫി റഅസി, തലയിൽ നല്ലൊരു മുറിവ് പറ്റി. അങ്ങനെ ആ മുറിവും പറ്റി യാത്രയിൽ ചോര കുറെ വാർന്നൊഴുകിയതിനു ശേഷം നമ്മൾ യാത്ര അവസാനിപ്പിച്ച ഒരു സ്ഥലത്ത് വിശ്രമിച്ചു. ആ രാത്രിയിൽ അദ്ദേഹത്തിന് സുമ്മഹ്തലം, അദ്ദേഹത്തിന് സ്ഖലനമുണ്ടായി, സ്ഖലിച്ചു രാത്രി. ആ സമയത്ത് ഫസഅല അസ്ഹാബഹു, തന്റെ കൂട്ടുകാരായ സഹാബാക്കളോട് കൂട്ടുകാരൻ ചോദിച്ചു, ഹൽ തജിദൂന ലി റുഖ്സത്തൻ ലി തയമ്മും, എനിക്ക് തേമം ചെയ്യാൻ ഇസ്ലാമിൽ വല്ല റുഖ്സയുമുണ്ടോ, വിട്ടുവീഴ്ചയുമുണ്ടോ, എനിക്ക് അനുവാദമുണ്ടോ? തേമം ചെയ്താൽ മതിയോ? എനിക്ക് സ്ഖലിച്ചിട്ടില്ലേ, ഞാൻ വലിയ അശുദ്ധിയിലല്ലേ, എനിക്ക് കുളിക്കേണ്ടതല്ലേ, അതിന് പകരം തേമം മതിയാകുമോ എന്ന് സഹാബാക്കളോട് ഒരു ഫത്വ ചോദിച്ചു. അപ്പോൾ ഫഖാലു, സഹാബാക്കൾ പറഞ്ഞു, മാ നജിദു ലക റുഖ്സ വ അൻത തഖ്ദിറു അലൽ മാ, നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം വെള്ളം ഉപയോഗിക്കണേ നിങ്ങൾക്ക് തടസ്സമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആ തേമത്തിന്റെ വിട്ടുവീഴ്ചയും ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. സഹാബത്ത് മറുപടി പറഞ്ഞു. വളരെ വളരെ നിസ്സാരമായിട്ടായിരുന്നു അക്കാലത്തൊക്കെ ഇതുപോലെ നമ്മളെപ്പോലെ സംസാരിച്ചിരുന്നത്. അക്കാലത്ത് പറഞ്ഞാല് ഈ സംഭവത്തിന്റെ മുമ്പ് വരെ സഹാബാക്കൾക്കൊരു വിവരം നബി കൊടുത്താൽ പിന്നെ അവിടുന്ന് അത് ഉണ്ടാവില്ല. അവരാ വിവരം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഫഗ്തസല, അദ്ദേഹം കുളിച്ച് ആ കാരണത്താൽ ആ തലയിലെ മുറിവ് പഴുത്ത് ഫമാത്ത, അദ്ദേഹം മരിച്ചു. ആ സംഭവമെല്ലാം കഴിഞ്ഞതിന് ശേഷം മരണമൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ കുളിയും ഫത്വയായിട്ട് ഒരു ബന്ധമുണ്ട്. ഫലമ്മ ഖദിംന അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബിറ ദാലിക, ഞങ്ങൾ മദീനത്ത് നിന്ന് മടങ്ങി നബിന്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു അവരോട്, ഖതലൂഹു വ ഖതലഹുല്ലാഹ്, നിങ്ങളാണ് അദ്ദേഹത്തെ കൊന്നത്, നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. നിങ്ങൾ വിവരമില്ലാതെ ഫത്വ കൊടുത്ത അദ്ദേഹത്തിന് നിങ്ങൾ കൊന്നുകളഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബകൾക്ക് മറുപടി കൊടുക്കുന്നത്. അലാ സഅലു ഇത് ഇൽമു ഫഇന്നമാ ശിഫാഉൽ അസ്സുആൽ, നിങ്ങൾ കൊന്നത് വിവരമില്ലാതെ ഫത്വ കൊടുത്തുകൊണ്ടാണ്. നിങ്ങൾ അറിയുക, ഫഇന്നമാ ശിഫാഉൽ അസ്സുആൽ, വിവരക്കുറവിന്റെ സമാധാനത്തിനുള്ള മരുന്ന് ചോദ്യമായിരുന്നു. നിങ്ങൾക്കൊന്ന് ചോദിക്കാമായിരുന്നില്ലേ? ഒരു ഫത്വ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് ചോദിക്കാമായിരുന്നില്ലേ?
നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. എന്നിട്ട് റസൂൽ അവരെ പഠിപ്പിക്കുകയാണ്, ഇന്നമാ കാന യക്ഫീഹി അൻ യതയമ്മമ, അദ്ദേഹത്തിന് തയമ്മം ചെയ്താൽ മതിയാകുമായിരുന്നല്ലോ. വയഅസിബ അലാ ജുറീഹി ഖിർഖത്തൻ, അദ്ദേഹത്തിന്റെ മുറിവിന്റെ മുകളിൽ ഒരു ബാൻഡേജ് ഇടുകയും വയഅസിബ അലാ ജുറീഹി ഖിർഖത്തൻ സുമ്മ യംസഹു ഫിഹാ, പിന്നെ അതിന്റെ മുകളിൽ തടവിയാൽ മതിയാകുമായിരുന്നു. എന്നിട്ട് വയഗ്തസിലു സായിറ ജസദിഹി, ആ മുറിവുള്ള ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം കുളിക്കാമായിരുന്നു. നിങ്ങൾ അതിന് പകരം അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ കുളിപ്പിച്ചു, അങ്ങനെ അദ്ദേഹത്തെ നിങ്ങൾ കൊന്നുകളഞ്ഞു. അപ്പോൾ ഒരു ഫത്വ, വിവരമില്ലാതെ ഫത്വ പറയുന്നത് സൂക്ഷിക്കണമെന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഉഫ്തിയ ബിഗൈരി ഇൽമിൻ, വിവരമില്ലാതെ ഫത്വ കൊടുക്കുകയും കാന ഇസ്മുഹു അലാ മൻ അഫ്താ, ആരൊക്കെ ആ ഫത്വയിലൂടെ തെറ്റുകൾ ചെയ്തോ ആ തെറ്റുകളുടെ പാപഭാരം മുഴുവനും ഈ ഫത്വ കൊടുത്തവനാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മളൊരു ഫത്വ കൊടുത്താൽ ഓൻ അതനുസരിച്ച് ചെയ്താൽ ഓൻ ചെയ്ത തെറ്റിന്റെ കുറ്റം കൂടിയും ഫത്വ കൊടുത്ത നമുക്കുള്ള. നമ്മളൊക്കെ പീഡിയ കൊലായാലും എവിടെ ഇരുന്നിട്ടും ഫത്വ അങ്ങനെ കൊടുക്കും, അടിച്ച് വിടുക. ഏത് ഫത്വയും ചോദിച്ചോ, ഏത് ഫത്വയും ചോദിക്കും അല്ലെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇയ്യാക്കും വഅസ്ഹാബുർ റഅയ്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇയ്യാക്കും വഅസ്ഹാബുർ റഅയ്, നിങ്ങൾ വ്യക്തിപരമായ അഭിപ്രായം ഇസ്ലാമിൽ പറയുന്നത് സൂക്ഷിക്കണം. നിങ്ങൾ അഭിപ്രായം പറയാനുള്ള അല്ല ദീന്, നിങ്ങളെ ശാസ്ത്രം പറയാനുള്ള അല്ല ദീന്. ഫഇന്നഹും അഅദാഉസ് സുനൻ, അവർ ഹദീസിന്റെ ശത്രുക്കളാണ്. അസ്ഹാബി കന്നുജൂം, നക്ഷത്ര സമാനരായ പ്രവാചകന്റെ സഹാബത്ത് പറയുന്നു ഹദീസിന്റെ ശത്രുക്കളാണവർ. ഹദീസ് പഠിക്കാൻ അവർക്ക് അശക്തി ഉണ്ടായപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഫത്വ പറയാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് അങ്ങനെ അവർ സ്വന്തം അഭിപ്രായ പ്രകാരം ഇസ്ലാമിക ഫത്വകൾ നൽകുകയും ഫളല്ലു, അവർ സ്വയം വഴിപിഴക്കുകയും വഅളല്ലു, ആളുകളെ വഴിപിഴപ്പിക്കുകയും ചെയ്തു. അപ്പൊ സ്വന്തം അഭിപ്രായം പറയരുത്. ഖുർആൻ പറയുന്നു, ഫസ്അലു അഹ്ലൽ സിക്ർ, വിവരമുള്ളവരോട് ചോദിക്കണം, ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത്. അപ്പൊ ആരാ വിവരമുള്ളവര്? ഞതങ്ങൾ അറിയണം. കണ്ട മുഖറിനും മൊല്ലാക്കനോടും മൊയ്യരോടും അല്ല വയ്ക്കേണ്ടത്, അല്ല. ഖുർആൻ അറിയണം, അറബി ഭാഷ അറിയണം, ഖുർആന്റെ തഫ്സീർ അറിയണം, ഉസൂലുൽ ഹദീസ് അറിയണം, അഹ്കാമുകളെ കുറിച്ച് വിവരമുണ്ടാവണം. സ്വന്തം അഭിപ്രായ പ്രകാരം ഫത്വകൾ പുറപ്പെടുവിക്കുന്നവർ ശ്രദ്ധിക്കുക, അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, ഹദീസിന്റെ ശത്രുക്കളാണ്, അവർ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ നിങ്ങൾ കളവ് പറയരുത്. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയരുത്. ഖുർആൻ പറയുന്നു, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുൽ കദിബ് ഹാദാ ഹലാൽ വഹാദാ ഹറാം, ഇത് ഹലാലാണ് ഇത് ഹറാമാണെന്ന് നിങ്ങളുടെ നാവ് വഴങ്ങും വിധം നിങ്ങൾ ദീനിന്റെ പേരിൽ സംസാരിക്കരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയരുത്, അള്ളാഹിന്റെ ദീനിന്റെ പേരിൽ നിങ്ങൾ കളവ് പറയരുത്. നിങ്ങളെ നാവ് വഴങ്ങുന്നതിനനുസരിച്ച് ഇത് ഹലാലാണ് അത് ഹറാമാണ് എന്ന് നിങ്ങൾ ഫത്വകൾ പറയരുത്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, അള്ളാഹിന്റെ പേരിൽ കളവ് പറയുന്നവർ ലാ യുഫ്ലിഹൂൻ, വിജയിക്കുകയില്ല. അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, ലാ യുഫ്ലിഹൂന എന്ന് പറയുന്നതും ലാ യൻജഹൂന എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്, അല്ലെ. നജഹ എന്ന് പറഞ്ഞാൽ വിജയിച്ചു നാ, എന്നാൽ ഫലഹ എന്ന് പറഞ്ഞാലും വിജയിച്ചു നാ. ഈ നജഹ വിജയിച്ചു എന്ന് പറയുന്നതും ഫലഹ വിജയിച്ചു എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം, ഒരിക്കലും അക്രമികൾ വിജയിക്കുകയില്ല. അല്ലാഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, കാഫിറുകളെ അള്ളാഹു വിജയിപ്പിക്കൂല എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ സുഖം കൊടുക്കൂല അല്ല, ഓൽക്ക് ആ വിജയമൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഫൗസ് നജാഹ് എന്നൊക്കെ പറയാം കേട്ടോ, വിജയിപ്പിക്കൂല. അപ്പൊ അള്ളാഹിന്റെ പേരിൽ ദീനിന്റെ പേരിൽ മതവിധി പറയുമ്പോൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അഖറബുന്നാസി ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഹ്ദറൽ ഖൗല അലല്ലാഹി ബിഗൈരി ഇൽം, വിവരമില്ലാതെ അള്ളാഹിന്റെ ദീനിന്റെ പേരിൽ കളവ് പറയുക അല്ലെങ്കിൽ ദീനിന്റെ പേരിൽ സംസാരിക്കുന്നത് ഭയപ്പെടുന്നവരാണ് അള്ളാഹിന്റെ റസൂലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ. ഒരു ഫത്വ പുറപ്പെടുവിക്കുമ്പോഴേ പറയുമ്പോഴേ ഭയത്തോടുകൂടി, നമുക്കൊരു പേടിയില്ല ഉണ്ടോ, എന്ത് ഫത്വയും പറയും, ഭയത്തോടുകൂടി സംസാരിക്കുന്നവർ അള്ളാഹുവിന്റെ റസൂലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അയ്യു സമായിൻ തുലില്ലുനി വ അയ്യു അർലിൻ തുഖില്ലുനി, അള്ളാഹുവിന്റെ പേരിൽ വിവരമില്ലാതെ സംസാരിച്ചാൽ
വിവരമില്ലാതെ സംസാരിച്ചാൽ ഏതാകാശമാണ് എനിക്ക് തണലിട്ട് തരിക, ഏത് ഭൂമിയാണ് എന്നെ പേറുക? ഇദാ ഖുൽതു ഫീ കിതാബില്ലാഹി മാ ലാ അഅലം, എനിക്കറിയാത്ത കാര്യങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ ഞാൻ സംസാരിച്ചാൽ ഏതാകാശമാണ് എനിക്ക് തണൽ നൽകുക, ഏത് ഭൂമിയാണ് എന്നെ പേറുക? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവരൊക്കെ പണ്ഡിതന്മാരാണ്, വിവരമുള്ളവരാണ്. വിവരമില്ലാത്ത നമ്മൾ സംസാരിക്കുന്നു, വിവരമുള്ളവർ മിണ്ടാതിരിക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് പറയുകയാണ്, ഇദാ സുഇൽതഹും അമ്മാ ലാ തഅലമൂൻ ഫഹ്റബൂ, വിവരമില്ലാത്തൊരു കാര്യം നിങ്ങളോട് ഒരാൾ അന്വേഷിച്ചാൽ ഫഹ്റബൂ, നിങ്ങൾ ഓടി അകലണം, നിൽക്കരുത് അവിടെ. ഖാലൂ, കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിനോട് ചോദിച്ചു, കൈഫൽ ഹറബ്, എന്താണ് ഓടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓടേണ്ടത്? ഖാല, അലി ഇബ്നു അബീ ത്വാലിബ് മറുപടി പറഞ്ഞു, തഖൂലൂൻ അല്ലാഹു അഅലം, നിങ്ങൾ പറയണം അത് അല്ലാഹ്ക്കേ അറിയൂ, എനിക്കറിയില്ല. നമ്മക്ക് അറിയില്ല എന്ന് പറയുന്നത് തന്നെ വലിയ ക്ഷീണ അല്ലേ? ഒരു ക്ഷീണമുള്ള ഏർപ്പാടല്ലേ? നിങ്ങൾക്ക് ഒരു വിവരം അറിയില്ല നിങ്ങൾ ആരുടെയും പറയല് ആണോ? സഹാബാക്കൾ പ്രമുഖനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, ഏറ്റവും വലിയ പണ്ഡിതൻ, സഹാബാക്കളുടെ കൂട്ടത്തിൽ പണ്ഡിതൻ, പറയുന്നു, യാ അയ്യുഹന്നാസ് മൻ അലിമ ഷൈഅൻ, ആർക്കെങ്കിലും ഒരു കാര്യം അറിയാമെങ്കിൽ ഫൽയഖുൽ, അത് പറയണം. അറിയുമെങ്കിൽ പറയണം, അറിയാത്തതോ പറയരുത്. അങ്ങനെ അറിയുമെങ്കിൽ പറയണം. വമൻ ലം യഅലം, അറിയില്ലെങ്കിലോ ഫൽയഖുൽ, അവൻ പറയട്ടെ, അല്ലാഹു അഅലം, അത് അല്ലാഹ്ക്കേ അറിയുള്ളൂ. എന്നിട്ട് പറയാണ്, ഫഇന്ന മിനൽ ഇൽമി, അറിവിൽ പെട്ടതാണ്, അൻ യഖൂല ലിമാ ലാ യഅലമു അല്ലാഹു അഅലം, അറിയാത്ത കാര്യത്തിന് അല്ലാഹു അഅലം എന്ന് പറയൽ തന്നെ ഒരറിവാണ്, അത് അല്ലാഹ്ക്കേ അറിയുള്ളൂ. നിങ്ങൾ എന്നോടൊരു ഫത്വ ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറഞ്ഞില്ലേ, ഉടനെ നിങ്ങൾ എന്താ പറയാ? കേവിക്ക് വലിയ വിവരമൊന്നുമില്ല തന്നെ. ഞാനൊരു ഫത്വ ചോദിച്ചു, അത് മറുപടി ഒന്നും പറഞ്ഞില്ല. അയാൾ പറഞ്ഞത് അല്ലാഹു അഅലം. ഈ ജാതി പണ്ഡിതന്മാരെ കൊണ്ടു നടക്കുന്ന ബല വേണം പറയാൻ. നേരെ മറിച്ച് എന്നോടുകൾ എന്ത് ചോദിച്ചാലും ഉടനെ മറുപടി അറിയാമെങ്കിലോ, എന്താ ഇൽമിന്റെ ബഹറല്ലേ അയാളൊരു ഇൽമിന്റെ ബഹർ തന്നെ കേട്ടോ. ഇൽമിനുണ്ടോ ബഹറിനാകെ ഒരു തുള്ളി എടുത്തതാണ് നമുക്ക് ആകെ കിട്ടിയത്. എന്നിട്ട് നമ്മളെ കൊണ്ടാണ് ആളുകൾ പറയുന്നത് ഓന് ഇൽമിന്റെ ബഹറാണ്. ഓന് ഇൽമിന്റെ ബഹറല്ല, ഓൻ ജഹിലിന്റെ ബഹറാ. ജഹിലിന് ബഹറുണ്ടാവും, ഇൽമിന് ബഹറുണ്ടാവില്ല കേട്ടോ. നല്ലോണം ആലോചിച്ചോളി. മഹാനായ ഇമാം മാലിക്, നമുക്കറിയാം അദ്ദേഹത്തെ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൻ അജാബ ഫീ മസ്അലത്തിൻ ഫയംബഗി ഖബ്ല അൽ ജവാബ്, ഒരാൾ ഒരു ഫത്വ ചോദിച്ചാൽ ആ ഫത്വക്ക് മറുപടി പറയുന്നതിന് മുമ്പ് അൻ യഅരിദ നഫ്സഹു അലൽ ജന്നത്തി വന്നാർ, നരകവും സ്വർഗവും അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഉത്തരം പറയാവൂ. എന്താ പറച്ചില്? സ്വർഗവും നരകവും എന്റെ മുമ്പ് കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ഇതിന് ഉത്തരം പറയാവൂ. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ ഉത്തരം പറഞ്ഞ് തെറ്റാൽ നരകത്തിലേക്ക് പോകേണ്ടി വരും, ഞാൻ അവർ കൂടി ചെയ്തതിന്റെ പാപഭാരം ഞാൻ വഹിക്കേണ്ടി വരും. ഫകൈഫ ഖിലാഫുഹു സുമ്മൽ ജീബ്, എതിരിൽ വന്നാൽ എന്നാലോചിച്ചിട്ട് സുമ്മൽ ജീബ്, പിന്നെ മറുപടി പറഞ്ഞു എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇമാം മാലിക് ഇമാമിന്റെ അടുത്ത്, അദ്ദേഹം ദാറുൽ മദീനയിലാണല്ലോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി. കൂഫയിൽ നിന്ന് മൈലുകൾക്ക് അപ്പുറത്ത് നിന്ന്, കൂഫയിൽ നിന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അടുത്ത് ഫത്വ ചോദിക്കാൻ ആളുകൾ വരും. 100 ഫത്വ ചോദിച്ചാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി 2 ഫത്വയ്ക്ക് മറുപടി പറയുള്ളൂ. ബാക്കി 98 മറുപടി അറിയാൻ മടിയാ. ഞമ്മക്കോ ഒരു വിവരമില്ലാത്ത നമുക്കോ 101 മറുപടി പറയും. 100 നിന്റെ ചോദിക്കട്ടോ, ബേ ചോദിക്ക്. ചോദ്യം വരട്ടെ. ചോദ്യമാണ് എനിക്ക് ഇന്നെ വലുതാക്കുന്ന സാധനം. ചോദ്യം വരട്ടെ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഇവിടെ എന്റെ അറിവ് എത്രയുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കാനുള്ള വേദിയായി മാറുകയാണ് പിന്നെ, അല്ലേ? അത്ഭുതം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബീ ലൈല പറയാണ്, പ്രമുഖനായ താബികളിൽപ്പെട്ട അദ്ദേഹം പറയുന്നു, ലഖദ് അദ്റക്തു 20 വമിയ മിനൽ അൻസാർ, 120ഓളം അൻസാറുകളെ ഞാൻ കണ്ടു പരിചയപ്പെട്ടിട്ടുണ്ട്, ഞാൻ അവരുമായി ജീവിതം പങ്കിട്ടുണ്ട്. ഇദാ സുഇല അഹദുൻ അൻ മസ്അലത്തിൻ, ഒരു മസ്അലയെ കുറിച്ച് അൻസാറുകളായ പണ്ഡിതന്മാരായ 120ഓളം ആളുകളെ കണ്ട് അദ്ദേഹം പറയുന്നു, ഒരു ഫത്വ ചോദിച്ചാൽ അദ്ദേഹം അഹബ്ബൻ യഫ്തിയഹു ഗൈറഹു, താനല്ലാത്ത മറ്റാരോടെങ്കിലും ആ ഫത്വ ചോദിക്കാൻ ആഗ്രഹിക്കുമായിരുന്നു. ആര്? അൻസാരികൾ. ആരാ അൻസാരികൾ അറിയോ? നബിന്റെ മദ്രസയെ പഠിച്ച ആൾക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ മദീനത്തെ മദ്രസയെ പഠിച്ച ആൾക്കാരാണ് അൻസാരികൾ. മദ്രസ ആരുമ്പോഴേക്കും നിങ്ങൾ ഈ 5 വയസ്സായ ചീരാപ്പൊലിപ്പിച്ചെടുക്കുന്ന കുട്ടികളെ മനസ്സിലാക്കണ്ട. അതൊക്കെ നമ്മളെ കാലം വന്നപ്പോ ഉണ്ടായതാ കേട്ടോ.
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ മദ്രസയിലെ ഏറ്റവും വലിയ പ്രമുഖരായ പണ്ഡിതന്മാരോടാണ് ഫത്വ ചോദിക്കുന്നെങ്കിൽ ഇപ്പൊ ഞാനും വേറൊരു പണ്ഡിതനെ അടുത്തേക്കാണെങ്കിൽ ഒരു പണ്ഡിതനോട് ഒരാൾ ഫത്വ ചോദിച്ചു നിൽക്കുക. അയാൾ ചിലപ്പോൾ മിണ്ടാണ്ടൊക്കെയാണെങ്കിൽ ഞാൻ അതിൽ കയറി ഇടപെടും, എന്നിട്ട് ഞാൻ ഫത്വ പറയും. അല്ലേ? അങ്ങനല്ല ഇപ്പൊ ഇവിടെ ഉള്ള അടക്കല്. അപ്പൊ നിങ്ങൾക്ക് തോന്നും മറ്റോ മിണ്ടാണ്ടക്കത് ഇയാൾ പറയുന്നത്, എന്നാ പിന്നെ ഇവനായിരിക്കും പണ്ഡിതൻ, എന്നാ പിന്നെ ഓനോടായി ഇവനെ ചോദ്യം. വിവരമുള്ളവനാ മിണ്ടാണ്ടക്കുണ്ട്. വിവരമുള്ളവനക്ക് എന്താ പേടി അറിയോ? ഇസ്ലാമിന്റെ പേരിലാണ് പറയുന്നത്. ഞമ്മക്ക് പിന്നെ ഇസ്ലാം തമാശയാണല്ലോ. അതുകൊണ്ടാണ് ഈ വിഷയം അങ്ങനെ ആയി മാറുന്നത് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇസ്ലാമിന്റെ പേരിൽ മതവിധി പറയുമ്പോൾ വളരെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക, വളരെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇപ്പോ ഒരാൾ ചോദിക്കുകയാണ്, അല്ല പിന്നെ ഞാന് രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരാൾ ചൂലും കൊണ്ട് നിൽക്കുന്നുണ്ട്. ചൂലും കൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, ചൂല് കൊണ്ട് നിൽക്കണ കണ്ടാ ഉടനെ ചിലവരെ അകത്തേക്ക് തന്നെ കയറും. ശകുനം ശരിയല്ല. വെള്ളം കണ്ടു നിൽക്കണുണ്ടല്ലോ, ഭയങ്കര ശകുനമാണ് അല്ലേ? അപ്പോഴോ ഇത് രണ്ടും നിങ്ങളെ മനസ്സിലേക്ക് വരുമ്പോ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഫത്വയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഫത്വ, അത്തയറത്തു ശിർകുൻ സലാസ. ശകുനം നോക്കൽ ശിർക്കാണ്, അല്ലാഹ് ഹറാമാക്കിയ കാര്യത്തിൽപ്പെട്ടതാണ്. 3 പ്രാവശ്യം നബി ആവർത്തിച്ചു പറഞ്ഞു. എന്ത്? ശകുനം നോക്കൽ ഹറാമാണ്. ഒരു പൂച്ച വാങ്ങി നിങ്ങൾ വണ്ടി അങ്ങ് എടുക്കുമ്പോ, കറുത്ത പൂച്ച, എന്നിട്ട് കാറ് ടയർ പഞ്ചറായാലോ? പൂച്ച പാഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ഇന്നെന്തെങ്കിലും ഉണ്ടാവുന്നു. മറ്റോൾ അവിടെ ചൂലേറ്റ് നിൽക്കണേ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. അല്ലേ? ജോലിയിൽ നിന്ന് പിരിച്ചിട്ടുള്ള ഇപ്പോൾ ജോലി ഏറ്റുന്നോണ്ടല്ല, ശകുനം ശിർക്കാണ് കേട്ടാ. അത് അറിയണം, ആ വിഷയത്തെക്കുറിച്ച് അറിയണം. അപ്പോഴാണത് ശിർക്കാണോ എന്നറിയുക കേട്ടോ. അങ്ങനെ അറിഞ്ഞ് ഫത്വ കൊടുക്കുക. ഇനിയിപ്പോ ഈ അറിഞ്ഞ കാര്യം ഒരാള് നിങ്ങളോട് ചോദിച്ചു, അത് മിണ്ടാണ്ടക്കലോ? അത് മിണ്ടാണ്ടക്കല ഇതിലും വലിയ അപകടം. നേരത്തെ പറഞ്ഞതിനേക്കാൾ വലിയ അപകടത്തിലേക്കാണ് ആ കാര്യം പോവുക കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഒരു കാരണവശാലും ആളുകളെ പേടിച്ചിട്ട് ആ കാര്യം മറച്ചു വെക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംനഅന അഹദു മിൻകും ഹൈബത്തൻ നാസ് അൻ യഖൂല ബിഹഖിൻ ഇദാ അലിമഹു. ഒരു കാര്യത്തിന്റെ സത്യം അറിഞ്ഞാൽ ആ കാര്യം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതിന് ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടരുത്. അങ്ങനെ ഭയപ്പെടുന്ന കാരണത്താൽ നിങ്ങൾ ഹറാമ് ചെയ്യലും വീണ്ടും അങ്ങനെ ആ നിലക്കുള്ള ഒരു അപകടവും നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ദീനിന്റെ പേരിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പടച്ചോനെ, ഞാൻ ഈ ഫത്വ കൊടുത്താൽ, ഞാൻ കൊടുത്ത ഫത്വയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ അമലുകൾ ചെയ്താൽ അതിന്റെ ഫലം, ദുഷ്ഫലം എനിക്ക് തിരിച്ചു വരുമോ? അതുകൊണ്ട് അതേക്കുറിച്ചുള്ള അറിവ് ഖുർആനിലും ഹദീസിലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ വിലയിരുത്തി വളരെ ശ്രദ്ധാപൂർവം ഇസ്ലാമിനെ തമാശയല്ലാതെ, കളിയല്ലാതെ, ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി മാറോട് ചേർത്ത് പിടിച്ച് ഇസ്ലാമിന് നമ്മുടെ അന്തിമ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് സത്യത്തോടുകൂടി ജീവിക്കുവാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസികും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പ്രത്യേകം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമായ രൂപത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. ആ നിർദ്ദേശങ്ങളിൽ പ്രധാനമായത് നാം ആരുമായി കൂട്ടുകൂടണം എന്നതായിരുന്നു. അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ ചർച്ചകൾ നടത്തി ആരുമായി ഇസ്ലാമിനെ അവഹേളിക്കാത്ത, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, ഇസ്ലാമിനെ മാറോടണക്കുന്ന കൂട്ടുകാരെ ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ ആരെയാണ് കൂട്ടുകാരായി സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അൽ വാഫിറു ദീനുഹു, ദീന് പൂർത്തിയായവൻ, അൽ വാഫി അഖ്ലുഹു, ബുദ്ധി സമ്പൂർണമായവൻ. ബുദ്ധി കുറഞ്ഞവനുമായി കൂട്ടുകൂടിയാൽ നമ്മൾ അപകടത്തിൽപ്പെടും. നല്ലവനുമായി കൂട്ടുകൂടണം. അല്ലദീ ലാ യമല്ലു അലൽ ഖുർബ്, അവന്റെ അടുത്ത് ചെന്നാൽ അവന്റെ നീ ചെല്ലുന്നത് അവനോ അല്ലെങ്കിൽ അവൻ ചെല്ലുന്നത് നിനക്കോ മടുപ്പുണ്ടാവരുത്. അല്ലെ? ചില കൂട്ടുകാർ വരുമ്പോ തന്നെ നമുക്ക് ഭയങ്കര മടുപ്പാണ്. ചിലവർ വിളിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് തലവേദന എടുക്കും. ഉണ്ടാകണ്ടോ? ചില ആളുടെ ഫോൺ വരുമ്പോൾ നമ്പർ കാണുമ്പോൾ വിളി തുടങ്ങി. അങ്ങനെ മടുപ്പുണ്ടാവില്ല. കാരണം ദീനുള്ളവനാണ്. ഓന്റെ വിളി ഇവന് സമാധാനാണ്. ഇവന്റെ ദുഃഖത്തിൽ പങ്കുണ്ടാവും.
ഇവന്റെ സന്തോഷത്തിൽ പങ്കുണ്ടാവും. ഇവന്റെ സമയം അവൻ നഷ്ടപ്പെടുത്തില്ല. അവന്റെ സമയം അവൻ ദീനിനു വേണ്ടി ഉപയോഗിക്കും. ഇൻദനൗത മിൻഹു ദാനാക്, നീ അവനുമായി അടുക്കുമ്പോൾ അവൻ നിന്നോട് വല്ലാത്ത അടുപ്പം കാണിക്കും. അങ്ങനെയുള്ള കൂട്ടുകാരൻ. വൈൻ ബൗത അൻഹു റാഅക്, നീ വിട്ടുപിരിയുമ്പോൾ, നിന്നെ കാണാതാകുമ്പോൾ അവൻ നിന്നെ തെരഞ്ഞു നടക്കും. നീ എവിടെ പോയി അന്വേഷിച്ചു നടക്കും. വൈൻ ഇഷ്തഹൈത ഇലൈഹി റഖദക്, നിനക്കൊരാവശ്യമുണ്ടായാൽ നിന്റെ കൂടെ തുണയായി ഉണ്ടാകും. അങ്ങനെയുള്ള കൂട്ടുകാരൻ. അങ്ങനെയുള്ള കൂട്ടുകാരനെയാണ് നാം തെരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടാവുമ്പോഴാണ് ഇത്തരം മതനിയമങ്ങളിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കുവാനും ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ വളരെ കർത്തവ്യബോധത്തോടുകൂടിയും ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയും ഒരു കാർക്കശ്യമായ നന്മയോടുകൂടിയും സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നോർക്കുക. എന്നു മാത്രമല്ല, നിങ്ങളൊരു ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു ഫത്വ പറയുകയാണെങ്കിൽ, ഒരു മതവിധി പറയുകയാണെങ്കിൽ, ആ മതവിധി ഏത് ഖുത്ബയിൽ നിന്ന് കേട്ടു എന്നല്ല അത് പറയേണ്ടത്. ആ കിതാബിന്റെ ഉദ്ധരണി എവിടെയായിരുന്നു അത് ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും ഏതെങ്കിലും കേട്ടതിന്റെ അടിസ്ഥാനത്തിലല്ല സംസാരിക്കേണ്ടത്. മഹായ ഇമാം അബൂ ഹനീഫ പറയുകയാണ്, ലാ യഹില്ലു ലി അഹദിൻ അൻ യഖുദ ബിഖൗലിനാ മാ ലം യഅലം മിന്നാ അഖദനാ. എന്റെ ഫത്വ അനുസരിച്ച്, ഇമാം അബൂ ഹനീഫയുടെ ഫത്വ അനുസരിച്ച് ഒരാൾ മറുപടി പറയണമെങ്കിൽ, ഞാൻ ആ ഫത്വ എവിടുന്നാണ് എടുത്തത് എന്നറിയാത്തവൻ എന്റെ ഫത്വ അനുസരിച്ച് ഫത്വ പറയൽ അനുവദനീയമല്ല. ഹറാമുൻ അലാമൻ ലാ യഅരിഫ് ദലീലി, ഞാൻ എടുത്ത തെളിവറിയാത്തവൻ എന്റെ തെളിവനുസരിച്ച് ഫത്വ പറയൽ ഹറാമാണ്. കാരണം എന്താ? ഫഇന്നനാ ബശറുൻ യഖൂലുൽ ഖൗല അൽയൗം വനർജുൽ അൻഹു ഗദൻ. ഇന്ന് ഞാൻ ചിലപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ സത്യപ്രകാരം ഞാനൊരു കൗല് പറയും, പിറ്റേന്നത് എനിക്ക് മാറ്റേണ്ടി വരും. കാരണം എനിക്ക് ഹദീസിന്റെ വെളിച്ചത്തിൽ മാറ്റി പറയേണ്ടി വരും. അതാണ് ജദീദായ കൗല്, ഖദീമായ കൗല് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടോ? മാറ്റി പറയുന്നതാ. അതവരുടെ ജീവിതകാലത്താ അവർ മനസ്സിലാക്കിയതിനനുസരിച്ച് സംസാരിക്കുകയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുമ്പോ കരഞ്ഞു. അപ്പൊ ഒരാൾ ചോദിച്ചു, ഫലിമ തബ്കി, എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് അഫ്താ കസീറ, ധാരാളം ഫത്വകൾ കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാ ഫത്വ കൊടുത്തത്. 100 ഫത്വ ചോദിച്ചാൽ 2 ഉത്തരം പറഞ്ഞു. ആ ഫത്വ എങ്ങാനും ഖുർആനോടും ഹദീസിനോടും വിയോജിക്കുകയാണെങ്കിൽ നാളെന്റെ പരലോകത്തെ സ്ഥിതി എന്താണെന്ന് ഓർത്തുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി മരിക്കുമ്പോൾ കരയുന്നത് കേട്ടോ. അതൊക്കെ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരാണ് പറയുന്നത്, ഞാൻ എവിടുന്നാണ് മതവിധി കണ്ടെത്തിയെന്ന് അറിയാത്തൊരുത്തൻ എന്റെ വിഷയത്തിൽ മതവിധി പറയരുത്. അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നമുക്ക് എന്ത് മതവിധിയും കൊടുക്കാൻ ആളാ. മതവിധി അവിടെ ഇഷ്ടംപോലെ. പച്ചക്കറി ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മതവിധിയാ. എന്തിനും. മുടികൊണ്ട് പള്ളി ഉണ്ടാക്കാമോ? ഓ, ഉണ്ടാക്കാം. പള്ളി ഉണ്ടാക്കാൻ മുടി വേണോ? വേണം, വേണം അല്ലേ? എന്തിനും. മൗലൂദ് നടത്താവോ? ഓ, എന്റെ മോന്റെ ബർത്ത്ഡേ, ഓ എന്താ മാരേജ് ഡേ, പിന്നെ മാരേജ് ഡേ ഒക്കെ നടത്തണം. പിന്നെ നമ്മള് ഇപ്പോ ഏറ്റവും കൂടുതൽ പ്രായം വന്ന സീനിയർ സിറ്റിസൺ ഡേ, എല്ലാത്തിനും ഡേ ആണല്ലോ. ഇപ്പൊ പോയി ഷുഗറിന്റെ ഡേറ്റ് വരെ ഡേ ആയി. അതിനൊരു രോഗം, കിഡ്നി ഡേ, രക്തദാനം ഡേ, എല്ലാത്തിനും ഡേ ആണ്. ഇതൊക്കെ ആരുണ്ടാക്കിയതാ? അതിനൊക്കെ പിന്നാലെ നമ്മളെ വാലാത്തന്മാരുണ്ടാവും ചെയ്യും. അതിന്റെ പ്രസിഡന്റ് ഇബ്രാഹിം നബിനെ പറയിപ്പിക്കാൻ ഓനാ അതിന്റെ പ്രസിഡന്റ്. അതിന്റെ സെക്രട്ടറിയോ മുഹമ്മദ് നബിനെ പറയിപ്പിക്കാനാ. പിന്നെ അതിന്റെ അപ്പുറത്ത് ഒരു ഔസേപ്പ്, ഒരു ചാക്കോച്ച, അപ്പുറത്ത് ബാലേന്ദ്രനും. ഇപ്പൊ എന്തായി? സ്റ്റീമായി സാധനം കേട്ടോ. മറ്റെന്താ, അത് നമ്മളുടെ ഓരോരോ സ്ഥലത്ത് ഓരോരോ ഏരിയയിൽ എന്തുണ്ടാകുന്നുണ്ട്, ഓരോരോ ആളുകൾ തമ്മിലുള്ള കൂട്ടായ്മകൾ അല്ലേ? എന്നിട്ട് അതിനും ഡേ, എന്തിനും ഡേ ആണ്. ഇനി ടൗസർ ഇട്ട ഡേ ഉണ്ടാവും, ടൗസർ ഇടാത്ത ഡേ ഉണ്ട്, വാലന്റൈൻ ഉണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ ഇല്ലാത്തത് ഉറപ്പാണല്ലോ അല്ലേ? എല്ലാത്തിനും ഡേ ആണ്. എന്തിനും ഫത്വ. അതൊക്കെ അങ്ങനെ ഫത്വ. അതൊന്നൊരു വിഷയമല്ല. അപ്പൊ എനിക്ക് വിഷയമില്ലാത്ത ഒന്നുമില്ല. കാരണം എനിക്കിത് ദീനിന് എനിക്കൊരു കളിയാ. അപ്പൊ എനിക്കൊരു ഫത്വ പറയാ കേട്ടോ. വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഇനിയിപ്പോ ദീനുള്ള കുറെ ആൾക്കാർക്ക് ഫത്വ. അതിപ്പോ എന്താ, നമ്മളെ വാപ്പ മരിച്ചപ്പം ഒരു ഉസ്താദ് നമ്മളോട് പറയാണ്, എന്ത്,
എൻ്റെ ബാപ്പാന്റെ ഖബറ് നല്ലോണം ഒന്ന് കെട്ടിപ്പൊക്കിക്കാള്. കാരണം അയാൾ സ്വന്തമായിട്ട് ഭൂമിയിൽ നിന്ന് ഏതായാലും പൊന്തിയില്ല അള്ളാന്റെ അടുത്തേക്ക്. ഇനി ഖബറേക്ക് പൊന്തോ നോക്കുക, അള്ളാന്റെ അടുത്തേക്ക് പൊന്തുവോ? അത് അതിലേറെ വലിയ അപകടമല്ലേ, വലിയ തെറ്റല്ലേ ഇഞ്ഞും ചെയ്യുന്നത്, ബാപ്പാക്ക് ഇഞ്ഞും ദ്രോഹല്ലേ ചെയ്തു കൂട്ടുന്നത്. ഫത്വ അതാണ്. ഇമാം നവവിയോട് ചോദിച്ചു, അന്ന സുന്നത്ത അന്നൽ ഖബറ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കസീറ, ധാരാളം ഒരു ചാണ്ട മുകളിൽ വലാ യസുന്നകും ബൽ യുർഫഉ നഹ്വ ശിബ്രിൻ വയുസത്തഹ്, ഒരു ചാണ്ട മുകളിൽ ഖബർ ഉയരരുത്. അത് മാത്രവുമല്ല, അത് ഒലായുസന്നിക്കും, അതെന്താക്കാൻ പാടില്ല, കൂർപ്പിച്ചു വെക്കാൻ പാടില്ല. ഖബർ ഇങ്ങനെ കൂർപ്പിച്ചു വെക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വയുസത്തി, അത് പരത്തേണ്ടതാണ്. വഹാദാ മദ്ഹബു ഷാഫി, അതാണ് മദ്ഹബ് ഷാഫി മദ്ഹബ് പ്രകാരമുള്ള ഫത്വ. വമൻ വാഫഖഹു, അദ്ദേഹവുമായി യോജിക്കുന്നവരുടെയും ഫത്വ അതാണ്, ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതോ അതും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, റുഫിയ ഖബ്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അർളി നഹ്വൻ ബിമിൻ ശിബ്ർ വജത്തുഹു, ഞാൻ നബിയുടെ ഖബർ കണ്ടത് ഒരു ചാൺ ഉയർത്തിയതായിട്ടാണ്. ആര് കണ്ടത്? ജാബിർ റളിയല്ലാഹു അൻഹു. പിന്നെ പൊന്തിച്ച് 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 ഇപ്പോഴോളത്ത് എത്തിച്ചു. എന്നിട്ട് ഇപ്പോഴുള്ള അതിന്റെ ഫോട്ടോ ആണ് ആളുകൾക്ക് കൊടുക്കല്. അങ്ങനെ എന്താ നബിന്റെ ഖബർ പൊട്ടിക്കുന്നു, അതുപോലെ തന്നെ CM മക്കാമും പൊന്തിച്ചിരുന്നു, അതുപോലെ തന്നെ ഷേഖിന്റെ പള്ളി പൊന്തിച്ചിരുന്നു, അതുപോലെ തന്നെ ഏർവാടിയാവില്ല, അതുപോലെ തന്നെ ഏതുപോലെ നബിന്റെ കാലത്തുണ്ടായിരുന്ന സാധനമല്ലത്. ആ ഖബറൊക്കെ പോയി. ഇപ്പൊ അതാത് രാജാക്കന്മാര് ഭരിക്കുമ്പോ ഓരോരോ മതവിധി കൊടുക്കുന്ന മല്ലാക്കന്മാരുണ്ടാവും അറബ് നാട്ടിലല്ലേ. ആ മല്ലാക്കന്മാരുടെ ഫത്വ അനുസരിച്ച് കെട്ടിപ്പൊന്തിച്ച് അതിന്റെ മുകളിൽ ഒരു വിരിച്ച്, പിന്നെ അതിന്റെ മുകളിൽ വിരിച്ച്, എങ്ങനെ വിരിച്ചാലും അതിന്റെ മുകളിൽ മണ്ണ് മാന്തി കൊണ്ടാകാൻ കഴിയുമ്പോൾ ആക്കിയിട്ടില്ല എന്ന് മാത്രം. ബാക്കിയൊക്കെ ഓരോ ആക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ചിലവര് ജാറത്തിന്റെയും കൂടി അറ്റാച്ച് ചെയ്ത്, ഇപ്പം ഫോട്ടോവും തമ്മിൽ അറ്റാച്ച് ചെയ്ത് എന്ത് കോലം ഉണ്ടാക്കാൻ പറ്റുന്ന കാലമാണല്ലോ. അപ്പൊ എല്ലാ ജാറത്തിന്റെയും, എന്നിട്ട് എല്ലാ ജാറത്തിന്റെയും ഫോട്ടോ ഇപ്പൊ ദീനിന്റെ അറിവ് മുഴുവൻ, ഫത്വകൾ മുഴുവൻ കൊടുക്കുന്നത് എവിടുന്ന? ഇന്റർനെറ്റ് മുഖേന. എന്റെ കിതാബ് ഞാനത് എവിടുന്ന എടുത്തതെന്ന് അറിയാത്ത രൂപത്തിൽ ഫത്വ കൊടുക്കരുത് പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ മക്കൾ ഇപ്പൊ ദീനിന്റെ ഫത്വ പറയുന്ന ഇന്റർനെറ്റ് എന്നാ. അറിയാങ്ങള് എവിടെ എത്തി? അതപ്പതിച്ച് നെറ്റിൽ നിന്ന് കിട്ടിയ വിവരേ. അപ്പോ അങ്ങനെ അതപ്പതിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പടച്ചോനെ ഞാൻ നരകത്തിലേക്ക് അടുക്കുകയാണ്. പണ്ഡിതന്മാരെല്ലാം ഭയപ്പെട്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടാൻ നിർദ്ദേശിച്ച ആ തിന്മയിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള ബോധം മനസ്സിലുണ്ടാവുക. ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, ഭക്തിയോടുകൂടി, പരലോകത്തിന് മറുപടി പറഞ്ഞെന്നുള്ള ബോധത്തോടുകൂടി സംസാരിച്ച് ശീലിക്കുക. അർഹമുർ-റഹീമായ തമ്പുരാൻ നമുക്ക് അല്ലാഹു നൽകിയ സംസാരശേഷിയെ അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ തൃപ്തിപ്പെടാത്ത തിന്മകൾ നമ്മുടെ സംസാര ശൈലി കൊണ്ട് ഉണ്ടാവാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന് തൃപ്തിയുള്ള വാക്കുകൾ സംസാരിക്കാൻ, പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ, ജീവിത രീതി ആ നിലക്ക് സംവിധാനിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുർ-റഹീമായ തമ്പുരാൻ അവന്റെ മഹത്തായ ഫയല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗത്തിൽ കഴിയുന്ന ആളുകൾക്ക് ഇസ്ലാമിലെ നിയമപ്രകാരമുള്ള ചികിത്സാവിധി ഫലിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഗുരുഭൂതന്മാർക്ക്, നമ്മുടെ പ്രവർത്തകർക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് ഇസ്ലാമിന്റെ അനുഗ്രഹം വേണ്ടുവോളം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൈവിധ്യമാർന്ന വൈജാത്യങ്ങളുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.